ഓം ശാന്തി 17/7/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻറ്റ്സ്. മധുരമായ കുട്ടികളെ, ഉയർന്നവരാകണമെങ്കിൽ തൻ്റെ ചാർട്ട് ദിവസവും നോക്കൂ. ഒരു കർമ്മേന്ദ്രിയവും ചതിക്കരുത്. കണ്ണുകൾ വളരെ ചതിക്കുന്നതാണ്. ഇവയെ വളരെ സൂക്ഷിക്കണം. നാം നമ്മുടെ ലക്ഷ്യത്തിനനുസരിച്ച് ഉയരുന്നതിന് വേണ്ടി ദിവസവും ചാർട്ട് നോക്കണം. ഓരോ ദിവസവും എന്താണ്, എത്രയാണ്, എവിടെയാണ് നഷ്ടം, എവിടെയാണ് ലാഭം എന്നത് നോക്കുന്നതിലൂടെ നമ്മുടെ ശ്രദ്ധ ആ ഇടങ്ങളിൽ പോകും. എവിടെയാണോ നമ്മുടെ ശ്രദ്ധ പോകുന്നത് അത് വളരും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മുടെ ഒരു കർമ്മേന്ദ്രിയവും നമ്മെ ചതിക്കരുത്. കണ്ണ്, മൂക്ക്, വായ്, ചെവി, ത്വക്ക്, ഈ 5 കർമ്മേന്ദ്രിയങ്ങളിൽ ഏറ്റവും ചതിക്കുന്നത് കണ്ണുകളാണ്. ഈ കണ്ണുകളെ വളരെയധികം സൂക്ഷിക്കണം. ചോദ്യം: ഏറ്റവും മോശമായ ശീലമേതാണ്? അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള ഉപായം എന്താണ്? ഉത്തരം: ഏറ്റവും മോശമായ ശീലമാണ് നാവിൻ്റെ സ്വാദ്. ഏതെങ്കിലും നല്ല സാധനം കണ്ടു അത് ഒളിപ്പിച്ച് കഴിക്കുന്നു. ഒളിപ്പിക്കുക അർത്ഥം മോഷണമാണ്. മോഷണമാകുന്ന മായയും വളരെയധികം പേരുടെ മൂക്കിനും ചെവിക്കും പിടിക്കുന്നു. ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള മാർഗമാണ്, എവിടേക്കെങ്കിലും ബുദ്ധി പോവുകയാണെങ്കിൽ സ്വയം തനിക്ക് തന്നെ ശിക്ഷ കൊടുക്കണം. മോശമായ ശീലങ്ങൾ മാറ്റുന്നതിന് സ്വയം തനിക്ക് തന്നെ നല്ല അടി കൊടുക്കണം. ഏത് ശീലമാണ് വളരെ മോശമായ ശീലം? അതിൽ നിന്ന് മോചിതരാകുന്നതിനുള്ള ഉപായം എന്താണ്? ബാബ പറയുന്നു, ഏറ്റവും മോശമായ ശീലമാണ് നാവിൻ്റെ സ്വാദ് അല്ലെങ്കിൽ രുചി. നാവിൻ്റെ സ്വാദിനനുസരിച്ച് നാം ആഹാരം കഴിക്കുന്നുവെങ്കിൽ അത് കാവൽക്കാരൻ്റെ ഇഷ്ടമനുസരിച്ച് ആൾക്കാരെ ഉള്ളിലേക്ക് കടത്തുക എന്നായി. ഉള്ളിലിരിക്കുന്നത് ആരാണോ അവർക്ക് മഹത്വമില്ല, കാവൽക്കാരനാണ് മഹത്വം എന്നായി. എന്തെങ്കിലും നല്ല സാധനം കാണുന്നു, എന്തെങ്കിലും കഴിക്കാനുള്ള വസ്തു കണ്ടു എങ്കിൽ അത് ഒളിപ്പിച്ച് കഴിക്കുന്നു. എന്തെങ്കിലും ഒളിപ്പിക്കുന്നു അർത്ഥം അതിലെന്തോ കരടുണ്ട്, അത് മോഷണമാണ്. ഇങ്ങനെ മോഷണമാകുന്ന മായയും ബാബയുടെ പല കുട്ടികളെയും ചെവിക്കും മൂക്കിനും പിടിച്ചിരിക്കുന്നു. അതായത് അവരങ്ങനെ അടിമയായിരിക്കുകയാണ്, കർമ്മേന്ദ്രിയത്തിന് വശീഭൂതരാണ് എന്നതും അവർ തിരിച്ചറിയുന്നില്ല. ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള മാർഗമാണ്, എവിടേക്കെങ്കിലും ബുദ്ധി പോവുകയാണെങ്കിൽ ഉടൻ തന്നെ ശിക്ഷ കൊടുക്കണം. എൻ്റെ ബുദ്ധി എന്തുകൊണ്ട് അവിടെ പോയി? അതിന് ഞാൻ എന്താണ് പ്രതിവിധി ചെയ്യേണ്ടത്? കൃത്യമായ പ്രതിവിധി കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ശ്രദ്ധയുണ്ടായിരിക്കും. എന്തെങ്കിലും മോശമായ ശീലം ഉണ്ട്, അതിനെ മാറ്റിയെടുക്കണമെങ്കിൽ സ്വയം തനിക്ക് തന്നെ നല്ല അടി കൊടുക്കണം, നല്ല ശിക്ഷ കൊടുക്കണം. ശിക്ഷ എന്നാൽ ഹിംസാത്മകമായ ശിക്ഷയല്ല, പകരം നമുക്ക് തിരിച്ചറിവുണ്ടാകുന്ന തരത്തിലുള്ള തീർച്ചയായും ശിക്ഷ കൊടുക്കണം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: 1. സർവീസബിളായി തൻ്റെ ചെക്ക് ചെയ്യണം. കണ്ണുകൾ ചതിക്കുന്നൊന്നുമില്ലല്ലോ. ഏതെങ്കിലും കർമ്മേന്ദ്രിയങ്ങൾക്ക് വശപ്പെട്ട് തലതിരിഞ്ഞ കർമ്മം ചെയ്യരുത്. ഓർമ്മയുടെ ബലത്തിലൂടെ കർമ്മേന്ദ്രിയങ്ങളുടെ ചതിവിൽ നിന്ന് മോചിതരാകണം. 2. ഈ സത്യമായ സമ്പാദ്യത്തിനായി സമയമുണ്ടാക്കണം. പിന്നാലെ വന്നും പുരുഷാർത്ഥത്തിലൂടെ മേക്കപ്പ് ചെയ്യണം. ഇത് വികർമ്മം വിനാശമാക്കാനുള്ള സമയമാണ്. ഇതിനാൽ ഒരു വികർമ്മവും ചെയ്യരുത്. ആദ്യ പോയിന്റിൽ ബാബ പറയുന്നു, വിവേകിയായി കണ്ണുകൾ ചതിക്കുന്നില്ലല്ലോ എന്നത് ശ്രദ്ധിക്കണം. ശ്രദ്ധ കൊടുക്കുമ്പോഴാണ് നമ്മൾക്ക് പല കാര്യങ്ങളെക്കുറിച്ചും തിരിച്ചറിവുണ്ടാകുന്നത്. ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ എല്ലാം
നന്നായിരിക്കുന്നു, ഒരു കുഴപ്പവുമില്ല എന്ന് തോന്നും. എന്നാൽ ശ്രദ്ധ കൊടുക്കുമ്പോഴാണ് പല ഏറ്റക്കുറച്ചിലുകളും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ശ്രദ്ധിക്കണം, നമ്മുടെ ഒരു കർമ്മേന്ദ്രിയത്തിലൂടെയും നാം തലതിരിഞ്ഞ കർമ്മം ചെയ്യരുത്. ഓർമ്മയുടെ ബലത്തിലൂടെ കർമ്മേന്ദ്രിയങ്ങൾ ചതിക്കുന്നതിൽ നിന്ന് മോചിതരാകണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഇത് സത്യമായ സമ്പാദ്യം ഉണ്ടാക്കുന്നതിനുള്ള സമയമാണ്. അപ്പോൾ സമ്പാദ്യം ഉണ്ടാക്കുന്നതിന് തീർച്ചയായും സമയമുണ്ടാക്കണം. പിന്നാലെ വന്നതാണ്, താമസിച്ചു വന്നതാണ് എങ്കിൽ നല്ല പുരുഷാർത്ഥം ചെയ്ത് അവ മേക്കപ്പ് ചെയ്യണം. വികർമ്മം വിനാശമാക്കുവാനുള്ള സമയമാണിത്. അതിനാൽ പ്രത്യേകിച്ചും വികർമ്മമൊന്നും ചെയ്യരുത്. വരദാനം: ബാലകനിൽ നിന്നും അധികാരിയാകുന്ന പാഠത്തിലൂടെ നിരഹങ്കാരിയും നിരാകാരിയുമായി ഭവിക്കട്ടെ. ബാലകനാകുക അർത്ഥം പരിധിയുള്ള ജീവിതത്തിൽ പരിവർത്തനമുണ്ടാകുക. ആര് എത്ര തന്നെ വലിയ ദേശത്തിൻ്റെ അധികാരിയായാലും, ധനത്തിൻ്റെ, പരിവാരത്തിൻ്റെ അധികാരിയായാലും ബാബയുടെ മുന്നിൽ എല്ലാവരും ബാലകരാണ്. നിങ്ങൾ ബ്രാഹ്മണ കുട്ടികളും ബാലകരാകുന്നു എങ്കിൽ നിശ്ചിന്ത ചക്രവർത്തിയും ഭാവിയിലെ വിശ്വത്തിൻ്റെ അധികാരിയുമാകുന്നു. ബാലകനിൽ നിന്ന് അധികാരിയാണ്. ഈ സ്മൃതി സദാ നിരഹങ്കാരി നിരാകാരി സ്ഥിതിയുടെ അനുഭവം ചെയ്യിപ്പിക്കുന്നു. ബാലകൻ അർത്ഥം കുട്ടിയാകുക എന്നാൽ മായയിൽ നിന്നും രക്ഷപ്പെടുക എന്നാണ്. ബാബയുടെ കുട്ടിയാകുക എന്നാൽ പരിധിയുള്ള ജീവിതത്തിൽ പരിവർത്തനം വരിക എന്നാണ്. എത്ര തന്നെ വലിയ വ്യക്തിയായാലും, എത്ര തന്നെ ധനവാനായാലും, എത്ര തന്നെ വലിയ പൊസിഷനിലായാലും, രാജ്യത്തിൻ്റെ തന്നെ അധികാരിയായാലും ബാബയുടെ മുന്നിൽ എല്ലാവരും കുട്ടികളാണ്. ബ്രാഹ്മണ കുട്ടികൾ ബാബയുടെ കുട്ടിയാകുമ്പോൾ തന്നെ നിശ്ചിന്ത ചക്രവർത്തിയാകുന്നു, ഭാവിയിൽ വിശ്വ അധികാരിയും ആകുന്നു. ബാലകനിൽ നിന്ന് അധികാരിയാണ്. ഈ സ്മൃതിയിലൂടെ സദാ നിരഹങ്കാരിയും നിരാകാരി സ്ഥിതിയും അനുഭവിക്കാൻ സാധിക്കും, അനുഭവം കൊടുക്കാനും സാധിക്കും. ബാലകൻ എന്നാൽ കുട്ടിയാകുക എന്നാണ്. അതിനർത്ഥം മായയിൽ നിന്ന് രക്ഷപ്പെടുക എന്നാണ്. സ്ലോഗൻ: പ്രസന്നത തന്നെയാണ് ബ്രാഹ്മണ ജീവിതത്തിൻ്റെ പേഴ്സണാലിറ്റി. അതിനാൽ സദാ പ്രസന്ന ചിത്തരായിരിക്കൂ. മുഴുവൻ ലോകത്തിലുള്ള ആത്മാക്കൾക്കും ദുഃഖമോ ദുഃഖമാണ്. ഇനിയും വലിയ ദുഃഖം വരാനിരിക്കുകയാണ്. എന്നാൽ നമ്മൾ ബ്രാഹ്മണ കുട്ടികളുടെ പ്രത്യേകതയാണ്, നമുക്കെല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാം. ആ അറിവ് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കുകയും ചെയ്യുന്നു. ഇത് കാരണം എത്ര വലിയ ബുദ്ധിമുട്ടിനിടയിലും നാം നിശ്ചിന്തരായിരിക്കുന്നു, ചോദ്യങ്ങളിൽ നിന്ന് ഉപരിയായിരിക്കുന്നു. ഇതിനെ തന്നെയാണ് പ്രസന്നത എന്ന് പറയുന്നത്. ഈ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ വ്യക്തിത്വം തന്നെ പ്രസന്നതയാണ്. അതിനാൽ സദാ പ്രസന്ന ചിത്തരായിരിക്കണം. ഓം ശാന്തി.